കൂട്ടത്തിൽ ഷാഫി എന്ന് പറയുന്ന കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു. ഷാഫിയായ കാഫിയായ ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പ്രയാസങ്ങളെ നീ ശിവ കൊടുക്കണം. ഞാൻ മനസ്സിലാക്കുന്ന വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്ന്, വിവാഹം പോലും കഴിക്കാത്ത ചെറുപ്പക്കാരനായ ആ പ്രിയപ്പെട്ട ഷാഫി എന്ന കൂട്ടുകാരൻ രണ്ട് കണ്ണിയും നഷ്ടപ്പെട്ടുകൊണ്ടതാ പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് വേണ്ടി പിരിവ് നടക്കുകയാണ്. എന്റെ പള്ളിയിലേക്കും ആ സഹോദരന്റെ പേരിൽ കത്തെത്തുകയാണ്. ആ സഹോദരൻ ആഗ്രഹിച്ചത് കൊണ്ടല്ല, റബ്ബിന്റെ ഖദാ വന്നപ്പോ അതേ നമ്മുടെ ശരീരത്തിലുള്ള ആന്തരികമായ ആ രണ്ട് സാധനങ്ങൾ എത്ര ചെറുതാണ്, പക്ഷേ അതിന്റെ പ്രവർത്തനം അങ്ങ് നിലച്ചു പോയപ്പോ പിന്നെ അതാ നിൽക്കാൻ കഴിയാതെ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ഒരു വെള്ളിയാഴ്ച ഒരു സഹോദരൻ വരികയാണ്. ആ സഹോദരൻ വരുന്നതും കിഡ്നി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലാണ്. ആ സഹോദരൻ എന്നോട് സംസാരിക്കുമ്പോ കുറെ സംസാരിച്ചു, പിന്നെ നാവിന്റെ സംസാര ശേഷി കുറയുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അല്പം വെള്ളം കുടിച്ചുകൂടെ? ആ സഹോദരൻ പറഞ്ഞ മറുപടി ഉണ്ട്, മുഅ്മിനീങ്ങളെ, ഈ ആത്മീയമായ മജ്‌ലിസിൽ വന്നിട്ട് എന്റെ ഖൽബൊന്ന് ശുദ്ധിയാക്കിയിട്ട് റമദാനിനെ എനിക്ക് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, റമദാനിന് വേണ്ടി നല്ലൊരു മുന്നൊരുക്കം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മയും ഉപ്പയും ഈ സദസ്സിലുണ്ടോ? കൂട്ടുകാരി സദസ്സിലുണ്ടോ? ആ സഹോദരൻ പറയുകയാണ്, ഉസ്താദേ, എനിക്കൊരു ദിവസം ഒരു ഗ്ലാസ് വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. എനിക്കൊരു ഗ്ലാസ് വെള്ളത്തിലപ്പുറം കുടിക്കാൻ പാടില്ല. അത് ചായയാണെങ്കിൽ ചായ, ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ്, എങ്ങനെയാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. അല്ലാതിരുന്ന എന്റെ വയറ് വീർത്തുപോകും. അതാണ് ഡോക്ടറുടെ നിർദ്ദേശമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു പോയി, ഒരു ദിവസം 1 ലിറ്ററും 2, 3 ലിറ്റർ കുടിക്കാൻ നമുക്ക് റബ്ബ് നമുക്കതാ ആരോഗ്യം തന്നു. ഒരു തടസ്സവും നമുക്ക് തന്നില്ലല്ലോ. ആ റബ്ബ് ഈ നിഅമത്തൊരു നിമിഷം അതാ തിരിച്ചെടുത്താൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? എത്ര അന്തസ്സോടെ ജീവിച്ചവന് വേണ്ടിയും അതാ സ്കാനർ ഒട്ടിച്ച ബക്കറ്റുമായി അതാ അങ്ങാടികളിൽ അതാ സന്നദ്ധ സംഘടനകൾ പിരിവെടുക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അത്തരം ഒരവസ്ഥകളിൽ നിന്ന് നീ കാവൽ തരണം.